ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ അടുത്ത വാദം കേൾക്കുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഉറപ്പു നൽകി. മുർഷിദാബാദിലെ അക്രമബാധിത പ്രദേശങ്ങളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും സന്ദർശനം നടത്തുന്നു. യേശുക്രിസ്തുവിന്റെ ത്യാഗസ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദയയും അനുകമ്പയും വിലമതിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ സന്ദേശം. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. ഇന്ന് ലോക പൈതൃക ദിനം. യുനെസ്കോയുടെ ലോക മെമ്മറി രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയുടെ ഗീതയും നാട്യശാസ്ത്രവും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 2025 വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്തും സ്റ്റേ ആവശ്യം ഉന്നയിച്ചുമുള്ള ഹർജികളിൽ 7 ദിവസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കണമെന്ന് സുപ്രീം കോടതി. വഖഫ് നിയമപ്രകാരം കേന്ദ്ര വഖഫ് കൌൺസിലിലേക്കോ സംസ്ഥാന വഖഫ് ബോർഡുകളിലേക്കോ അടുത്ത വാദം കേൾക്കുന്നതുവരെ പുതിയ നിയമനങ്ങൾ നടത്തില്ലെന്ന് കേന്ദ്രത്തിനു വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഉറപ്പു നൽകി. രജിസ്റ്റർ ചെയ്തതോ വിജ്ഞാപനം വഴി വഖഫായി പ്രഖ്യാപിച്ചതോ ഉൾപ്പെടെയുള്ള ഒരു വഖഫ് സ്വത്തും ഈ കാലയളവിൽ നോട്ടിഫൈ ചെയ്യില്ലെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. മെയ് 5-നാണ് ഇനി കേസ് പരിഗണിക്കുക. പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ വഖഫ് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിനിടെ ഉണ്ടായ അക്രമത്തിൽ കുടിയിറക്കപ്പെട്ട ആളുകളെ തിരിച്ചറിയുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമായി 3-അംഗ സമിതി രൂപീകരിക്കാൻ നിർദ്ദേശിച്ച് കൽക്കട്ട ഹൈക്കോടതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും പശ്ചിമബംഗാൾ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നുമുള്ള ഓരോ ഉദ്യോഗസ്ഥരും സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് 3-അംഗ സമിതിയെന്ന് കോടതി വ്യക്തമാക്കി. മെയ് 15-നകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളെ തുടർന്ന് മുർഷിദാബാദിലുണ്ടായ അക്രമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് രഹത്കർ കൊൽക്കത്തയിലെത്തി. വനിതാ കമ്മീഷൻ രൂപീകരിച്ച അന്വേഷണ സമിതിയുടെ ഭാഗമായ ശ്രീമതി രഹത്കർ മാൾഡ മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. വർഗീയ കലാപത്തിനിരയായ സ്ത്രീകളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുക എന്നതാണ് തന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംഘം ഇന്ന് മാൾഡയിലെ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിക്കും. പശ്ചിമബംഗാളിലെ സംഭവവികാസങ്ങളെക്കുറിച്ച് ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർ നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യ തള്ളിക്കളഞ്ഞു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തര പീഡനങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ മറച്ചുവെക്കാനുള്ള ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ബംഗ്ലാദേശ് സ്വന്തം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. കാൽവരിയിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം അനുസ്മരിപ്പിക്കുന്ന ദുഃഖവെള്ളി ദുഃഖത്തിന്റെയും ധ്യാനത്തിന്റെയും ആത്മീയ ഭക്തിയുടെയും ദിവസമാണ്. ദുഃഖവെള്ളിയുടെ ഭാഗമായി വിശ്വാസികൾ കുരിശിന്റെ വഴി ഘോഷയാത്രകളിൽ പങ്കെടുക്കുകയും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. പള്ളികൾ പ്രത്യേക കുർബാനകൾക്കും കാൽകഴുകൽ ചടങ്ങുകൾക്കും പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കും സാക്ഷ്യം വഹിച്ചു. ദുഃഖവെള്ളി ദിനാചരണത്തിൽ യേശുക്രിസ്തുവിനെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദയയും അനുകമ്പയും വിലമതിക്കണമെന്നും എപ്പോഴും വിശാല ഹൃദയരായിരിക്കാൻ ഈ ദിവസം നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാംസ്കാരിക ചിന്തകളെയും പ്രസംഗങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന സമാഹാരമായ സംസ്കൃതി കാ പാഞ്ചോ അധ്യായ് എന്ന പുസ്തകം ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ഇന്ത്യൻ സംസ്കാരം, പാരമ്പര്യങ്ങൾ, ആത്മീയ മൂല്യങ്ങൾ, സാംസ്കാരിക പൈതൃകം എന്നിവ പ്രതിഫലിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി വിവിധ അവസരങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം. ജുന അഖാഡ മേധാവി ആചാര്യ മഹാമണ്ഡലേശ്വർ പൂജ്യ സ്വാമി അവധേജാനന്ദ് ഗിരി മഹാരാജ് പുസ്തകം പ്രകാശനം ചെയ്യും. പ്രഭാത് പ്രകാശനാണ് പുസ്തകത്തിന്റെ പ്രസാധകർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അടുത്ത മാസം 2-ന് രാജ്യത്തിന് സമർപ്പിക്കും. ദക്ഷിണേഷ്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം ഇന്ത്യയുടെ വാണിജ്യ കവാടമായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2024 ജൂലൈ 13 മുതലാണ് വിഴിഞ്ഞത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങിയത്. ഇതുവരെ 263 കപ്പലുകൾ എത്തിച്ചേർന്നു. പ്രതിമാസം 1 ലക്ഷം TEU കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി. മാനുഷികമായ ഇടപെടൽ വൈദ്യശാസ്ത്ര രംഗത്തെ ഫലവത്താക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കൊച്ചിയിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ സൗത്ത് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനുഷിക മൂല്യങ്ങളിൽ പ്രതിബദ്ധതയുള്ളവർക്ക് തങ്ങളുടെ മേഖലകളിൽ മികവ് പുലർത്താനാകുമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ തദ്ദേശ സ്വയംഭരണ ഊർജ്ജ വകുപ്പുകൾ നടപ്പിലാക്കുന്ന ഗ്രാമീണ വനിതകൾക്ക് ഇലക്ട്രിക് സൈക്കിളുകളിലൂടെ സുസ്ഥിര ഗതാഗതം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് ആലത്തൂരിൽ മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കുടുംബശ്രീ വനിതകളുടെ കാര്യശേഷി വർധനവും സംരംഭകത്വ വികസനവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. 40 വയസ്സിൽ താഴെ പ്രായമുള്ളവരും ജോലിയുടെ ഭാഗമായി പ്രതിദിനം 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നവരുമായ വനിതാ സംരംഭകർക്കാണ് ഈ സൈക്കിളുകൾ വിതരണം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ 250ഉം കണ്ണൂർ ജില്ലയിൽ 350ഉം ഈ സൈക്കിളുകളാണ് വിതരണം ചെയ്യുക. 33,000 രൂപ വിലയുള്ള ഒരു സൈക്കിളിന് 3,000 രൂപയാണ് ഗുണഭോക്താവ് അടയ്ക്കേണ്ടത്. 6,400 രൂപ ഊർജ്ജ വകുപ്പും ബാക്കി തുക ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമാണ് നൽകുക. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഈ സൈക്കിൾ ഒരു തവണ ചാർജ് ചെയ്താൽ 40 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയും. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. ഷൂട്ടിങ്ങിനിടയിൽ ലഹരി ഉപയോഗിച്ച നടൻ മോശമായി പെരുമാറിയെന്ന നടിയുടെ പരാതി ഗൗരവമുള്ളതാണെന്നും സർക്കാർ അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന് തന്നെ മാതൃകയായ സിനിമാ മേഖലയെ മങ്ങലേൽപ്പിക്കുന്ന യാതൊരു നിയമവിരുദ്ധ പെരുമാറ്റവും അനുവദിക്കില്ലെന്നും മന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം ലഹരി പരിശോധനയിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ലെന്നും ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചാൽ എവിടെയും പരിശോധന നടത്തുമെന്നും മന്ത്രി MB രാജേഷ് അറിയിച്ചു. ഇന്ന് ലോക പൈതൃക ദിനം. അന്താരാഷ്ട്ര സ്മാരകങ്ങളുടെയും പൈതൃക സ്ഥലങ്ങളുടെയും ദിനം എന്നും ഇത് അറിയപ്പെടുന്നു. ഒരു റിപ്പോർട്ട്. സാംസ്കാരികവും പ്രകൃതിദത്തവുമായ പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനും അറിയുന്നതിനുമാണ് എല്ലാ വർഷവും ഏപ്രിൽ 18-ന് പൈതൃക ദിനം ആചരിക്കുന്നത്. ദുരന്തങ്ങളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും ഭീഷണി നേരിടുന്ന പൈതൃകം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങളിൽ നിന്നും ഭീഷണികളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും പൈതൃക സ്ഥലങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള അവബോധം വളർത്തുക എന്നതാണ് പ്രമേയത്തിന്റെ ലക്ഷ്യം. ഇന്ന് രാജ്യത്തുടനീളമുള്ള എല്ലാ സംരക്ഷിത സ്മാരകങ്ങളിലും പ്രവേശനം സൌജന്യമായിരിക്കുമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു. ASIയുടെ സംരക്ഷണത്തിൽ 3698 സ്മാരകങ്ങളും സ്ഥലങ്ങളുമുണ്ട്. രാജ്യത്തിന്റെ ചരിത്രപരമായ പൈതൃകവും വാസ്തുവിദ്യാ അത്ഭുതങ്ങളും കാണാൻ ASI ഈ അവസരം വാഗ്ദാനം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. യുനെസ്കോയുടെ ലോക മെമ്മറി രജിസ്റ്ററിൽ ഗീതയും നാട്യശാസ്ത്രവും ഉൾപ്പെടുത്തിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഇന്ത്യയുടെ കാലാതീതമായ ജ്ഞാനത്തിനും സമ്പന്നമായ സംസ്കാരത്തിനുമുള്ള ആഗോള അംഗീകാരമാണിതെന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. ഗീതയും നാട്യശാസ്ത്രവും നൂറ്റാണ്ടുകളായി നമ്മുടെ നാഗരികതയെയും ആത്മബോധത്തെയും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവയുടെ ഉൾക്കാഴ്ചകൾ ലോകത്തെ എക്കാലവും പ്രചോദിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. കൈലാസ് മാനസ സരോവർ യാത്ര ഉടൻ പുനരാരംഭിച്ചേക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇത് സംബന്ധിച്ച് ഉടൻ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ ചൈന വിമാനയാത്രാ സേവനം പുനരാരംഭിക്കാൻ തീരുമാനമായതായും അദ്ദേഹം വ്യക്തമാക്കി. തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ച പശ്ചാത്തലത്തിൽ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതി മെഹുൽ ചോക്സിയെ ഇന്ത്യയിലെത്തിക്കാൻ ബെൽജിയവുമായി ചർച്ച നടക്കുന്നതായും രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വഖഫ് ഭേദഗതി നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ അടുത്ത വാദം കേൾക്കുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഉറപ്പു നൽകി. മുർഷിദാബാദിലെ അക്രമബാധിത പ്രദേശങ്ങളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും സന്ദർശനം നടത്തുന്നു. യേശുക്രിസ്തുവിന്റെ ത്യാഗസ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദയയും അനുകമ്പയും വിലമതിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദേശം. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ.
ഇന്ന് ലോക പൈതൃക ദിനം. യുനെസ്കോയുടെ ലോക മെമ്മറി രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയുടെ ഗീതയും നാട്യശാസ്ത്രവും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.